ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. മേള ഉദ്ഘാടനം ചെയ്യാനായി മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയപ്പോൾ കൂവിയ ആളെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ഇയാൾ ഡെലിഗേറ്റ് ആയിരുന്നില്ല എന്നും 2022 പാസുമായിട്ടാണ് മേളക്കെത്തിയതെന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ ദൃശ്യം എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മോശമായി പോയി, വളരെ മോശം. ഒരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൂവി പോലീസ് പൊക്കി കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് കൂക്കുവിളി. അത് ശരിയാ, അത് ശരിയാ. കുയിലുകൾ പോലും കൂവാൻ പഠിക്കുന്നത് എന്താ വെച്ചാൽ, ഈ മുഖ്യമന്ത്രി നാട്ടിൽ കൂടി പോകുന്ന വഴിക്കങ്ങാനാണ് കുയിൽ പോകുന്നതെങ്കിൽ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. എല്ലാരും വിളിച്ചു. മൈക്കിൽ അതിനായിട്ട് കേസെടുക്കുന്ന പോലീസാണ്. അപ്പോൾ പിന്നെ കൂവിയോന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇനി അടുത്ത കാലത്തൊന്നും പുള്ളി സൂര്യപ്രകാശം കാണുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവരെ ഒന്ന് കൂവാൻ തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസെടുക്കാൻ പോലീസ് ഉദ്ദേശമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേസെടുക്കാം. അടിച്ചു നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ധൈര്യമുണ്ടെങ്കിൽ ചുണയുണ്ടെങ്കിൽ ഏത് പോലീസുകാരനും എപ്പോ വേണമെങ്കിലും കേസെടുക്കാം. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. Yeah, I'm here to make you hurt.